ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി വെളിപ്പാട് പുസ്തകത്തിന്റെ 11-ാം അധ്യായം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 3-ാം വാക്യം മുതൽ കർത്താവിന്റെ സാക്ഷികളായ വിശുദ്ധന്മാരുടെ ഭൂമിയിലെ പ്രവർത്തനത്തെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. 7-ാം വാക്യത്തിൽ സഭയുടെ പ്രവർത്തനം പൂർത്തിയാകുന്നതോടെ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അല്ലെങ്കിൽ അധർമ്മമൂർത്തിയായ ഏകലോക ചക്രവർത്തി സഭയോട് യുദ്ധം ചെയ്ത് വിശുദ്ധന്മാരെ കൊന്നൊടുക്കുമെന്നും അവരുടെ ശവം മറവ് ചെയ്യാൻ സമ്മതിക്കാതെ തെരുവീതികളിൽ കിടക്കുമെന്നും നാം കണ്ടു. 9-ാം വാക്യം വരെയാണ് നാം കണ്ടത്. ഇന്ന് നമുക്ക് 10-ാം വാക്യം മുതൽ പഠിക്കാം. 10-ാം വാക്യം: ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. കർത്താവിന്റെ സാക്ഷികളായ ഈ പ്രവാചകന്മാരെ കൊന്നൊടുക്കുമ്പോൾ ലോകമനുഷ്യർ സന്തോഷിക്കുകയാണ്. എല്ലാവരും വലിയ ആഹ്ലാദത്തോടെ പരസ്പരം സമ്മാനങ്ങൾ കൊടുത്തയച്ച് ആഘോഷിക്കുകയാണ്. സാക്ഷികൾ ഭൂവാസികൾ ദണ്ഡിപ്പിക്കുന്നത് കൊണ്ടാണ് അവരെ കൊന്നൊടുക്കുമ്പോൾ ഭൂവാസികൾ ആനന്ദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ സാക്ഷികളായ വിശുദ്ധന്മാർ ലോകമനുഷ്യരെ ദണ്ഡിപ്പിക്കാറുണ്ടോ? 5-ാം വാക്യത്തിൽ നാം കണ്ടതിന് പ്രകാരം വിശുദ്ധന്മാരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം അവരുടെ ശത്രുക്കളായ ലോകമനുഷ്യരുടെ മേൽ വലിയ ദണ്ഡനം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സത്യസന്ധമല്ലാത്ത അനീതിപരമായ എല്ലാ പ്രവൃത്തികളും ചോദ്യം ചെയ്യപ്പെടുന്നു. പ്രവൃത്തികൾ മാത്രമല്ല, അവരുടെ മനോഭാവങ്ങൾ പോലും ചോദ്യപ്പെടുന്നതായി അവർക്ക് അനുഭവപ്പെടുന്നു. അവരുടെ ഇഷ്ടപ്രകാരം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ദൈവമക്കളെ കൊന്നു മുടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി, സ്വാതന്ത്ര്യമായി. അതുകൊണ്ട് അവർ ആഘോഷിക്കുകയാണ്. 11ഉം 12ഉം വാക്യങ്ങൾ: 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്നു. അവർ കാലൂന്നി നിന്നു. അവരെ കണ്ടവർ പരവശരായി തീർന്നു. ഇവിടെ കയറി വരുവിനെന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. 3.5 ദിവസം കഴിഞ്ഞ ശേഷം സഭയുടെ കഷ്ടകാലം കഴിഞ്ഞു. അവസാനമായി അധർമ്മമൂർത്തിയായ മൃഗം വിശുദ്ധന്മാരോട് പോരാടി സഭയെ തകർത്തു മുടിക്കുന്നതോടെ സഭയുടെ എല്ലാ വേലയും നിലയ്ക്കും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്നു. അവർ കാലൂന്നി നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. വിശുദ്ധന്മാരെ കൊന്നൊടുക്കി സഭയെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കി കഴിഞ്ഞപ്പോൾ തങ്ങളുടെ എല്ലാ കഷ്ടങ്ങളും അവസാനിച്ചെന്നോർത്ത് ഭൂവാസികൾ മതിമറന്ന് ആനന്ദിക്കുകയാണ്. പെട്ടെന്ന് എല്ലാം തിരിഞ്ഞു മടയുന്ന അനുഭവം. യോബ് 20:5 വായിക്കുന്നത് പോലെ ദുഷ്ടന്മാരുടെ ജയഘോഷം താൽക്കാലികമത്രേ. വഷളൻ സന്തോഷം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ക്ഷണനേരം കൊണ്ട് എല്ലാം കീഴ്മേൽ മറിഞ്ഞു. തങ്ങൾ കൊന്നുകളഞ്ഞ, എന്നേക്കുമായി മണ്ണടിഞ്ഞു എന്ന് കരുതിയിരുന്ന, നിന്ദരും നിരാലംബരുമെന്ന് കരുതിയിരുന്ന ആ മനുഷ്യർ ഇതാ തങ്ങളുടെ നടുവിൽ നിൽക്കുന്നു. അവരെ കണ്ടവർ ഭയന്ന് പരവശരാകുന്നു. ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു മഹാശബ്ദം അപ്പസ്തലൻ കേട്ടു. അവരുടെ ശത്രുക്കൾ ഭയപാരവശരായി അവരെ നോക്കിക്കൊണ്ടിരിക്കെ അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. സഭ പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന മഹാസംഭവത്തിന്റെ ദർശനമാണ് അപ്പസ്തലൻ ഇപ്പോൾ കാണുന്നത്. ചില വാക്യങ്ങൾ നോക്കാം. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയിരിക്കും. 1 കൊരിന്ത്യർ 15:51-52 വാക്യങ്ങളോട് ഞാൻ വായിക്കാം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ
നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ വാക്യങ്ങളൊക്കെ നിറവേറുന്ന നിമിഷങ്ങളാണിത്. 13-ാം വാക്യം. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. സഭ ഉത്പ്രാപണം ചെയ്ത നാഴികയിൽ തന്നെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നു. വെളിപ്പാട് 6:12 16:18 സമാന്തരമായ ഭൂകമ്പം നാം കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ 2-ാം വരവിനും ലോകാവസാനത്തിന് മുന്നോടിയായി സംഭവിക്കുന്നതാണ് ഈ മഹാഭൂകമ്പമെന്ന് 6-ാം അധ്യായം പഠിച്ചപ്പോൾ നാം മനസ്സിലാക്കിയതാണ്. നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിന്റെ ആഘാതത്താൽ ഭൂമിയിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വലിയ പ്രകമ്പനത്താൽ ഭൂമി ഭാഗികമായി ഇടിഞ്ഞുപോയി. 7000 പേർ മരിച്ചുപോയി. അനേകായിരങ്ങൾ അല്ലെങ്കിൽ അസംഖ്യം ജനങ്ങൾ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി ദൈവത്തിന് മഹത്വം കൊടുത്തു. അവർ മാനസാന്തരപ്പെട്ടെന്നല്ല, മറിച്ച് ഈ മഹാസംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ടെന്നറിഞ്ഞ് ഭയപാർവശ്യത്തോടെ അവനെ ദൈവമേ എന്ന് വിളിക്കുകയാണവർ. 14-ാം വാക്യം. 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു. 3-ാമത്തെ കഷ്ടം വേഗം വരുന്നു. ലോകത്തിൽ അവസാനമായി സംഭവിക്കാനിരിക്കുന്ന മഹാഭൂകമ്പത്തോടെ 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു. 3-ാമത്തെ കഷ്ടം വേഗം വരുന്നു. 15-ാം വാക്യം. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ദൈവദൂതന്മാർ ഒന്നിച്ചാർത്ത് ഘോഷിക്കുകയാണ്. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന്. ഇതൊരു ജയഘോഷമാണ്. സാത്താന്റെ അധീനതയിലായിരുന്ന ലോകരാജ്യത്വങ്ങളെയെല്ലാം തകർത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായി ദൈവത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ കർത്താവ്. 1 കൊരിന്ത്യർ 15:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും തന്താന്റെ നിരയിലെത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായി ദൈവത്തെ ഏൽപ്പിക്കും. ദാനിയേൽ 2:44 വാക്യം കൂടെ ഞാൻ വായിക്കാം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും സമാന്തരമായ ഭാഗം ഞാൻ വായിക്കാം. വെളിപ്പാട് 19:6 വാക്യം. അപ്പോൾ വലിയൊരു പുരുഷാരത്തിന്റെ കോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരിച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. 16 മുതൽ 18 വരെ വാക്യങ്ങൾ. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാരും അവിടുന്ന് വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനുമുള്ള കാലവും വന്നു. സ്വർഗസിംഹാസനത്തിന് ചുറ്റുമിരിക്കുന്ന 24 മൂപ്പന്മാരും കവിടുന്ന് വീണ് ദൈവത്തെ നമസ്കരിച്ചുകൊണ്ട് പറയാണ്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ. വെളിപ്പാട് 1:4-8 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വരുന്നവനും എന്ന പ്രയോഗം ഇവിടെ കാണുന്നില്ല. കാരണം അവന്റെ വരവ് സംഭവിച്ചു കഴിഞ്ഞു എന്ന് കാണിക്കുന്നു. മഹാശക്തി ധരിച്ചു വാഴുകയാൽ
ദൈവം വാഴുകയാണ്. അവൻ വാഴാൻ ആരംഭിച്ചു കഴിഞ്ഞു. മഹാശക്തിയോടെ വാഴുന്ന ദൈവത്തെ 24 മൂപ്പന്മാരും കുമ്പിട്ട് ആരാധിക്കുകയാണ്. ഏഴാം കാഹളനാദത്തിങ്കൽ നിറവേറുന്ന ഒന്നാമത്തെ കാര്യം സ്വർഗത്തിൽ കേട്ട മഹാഘോഷത്തിലൂടെ വെളിപ്പെടുത്തി. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായിരിക്കുന്നു. മൂപ്പന്മാരുടെ ആരാധനയിലൂടെ മറ്റു 4 കാര്യങ്ങൾ കൂടെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത്തേത്, ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. ജാതികൾ കോപിച്ചു. ഇത് ഏഴാം കാഹളനാദത്തിങ്കൽ നടക്കുന്നതല്ല. ദൈവത്തിന്റെ വിശുദ്ധന്മാരോട് കലഹിച്ച് പോരാടി അവരെ നശിപ്പിച്ചു കളയുന്ന പ്രവർത്തനങ്ങൾ ലോകാരംഭം മുതൽ തുടങ്ങിയതാണ്. ഒടുവിൽ അധർമ്മമൂർത്തിയുടെ നേതൃത്വത്തിൽ ദൈവജനത്തെ കൊന്നൊടുക്കുന്നതുവരെയുള്ള എല്ലാ സംഭവങ്ങളും ഒന്നിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ജാതികൾ കലഹിച്ചുവെന്ന് സങ്കീർത്തനക്കാരന്റെ വാക്കുകളിൽ ആ കാലഘട്ടത്തിലെ അവസ്ഥ വരച്ചു കാണിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 2:1 മുതൽ 3 വരെ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വർത്തമായത് നിരൂപിക്കുന്നതുമെന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. പത്രോസ് അപ്പോസ്തലൻ ഈ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ആ കാലത്ത് നടന്ന സംഭവങ്ങളെ വിശദീകരിച്ച് പ്രസംഗിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തി 4:25 മുതൽ 28 വരെ വാക്യങ്ങൾ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വർത്തമായതും നിരൂപിക്കുന്നതെന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ നിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹേരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കയ്യും നിന്റെ ആലോചനയും ഉന്നയിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. സകല ജാതികളും വംശങ്ങളും രാജാക്കന്മാരും പ്രഭുക്കന്മാരും എല്ലാ അധികാരികളും ദൈവത്തിനും അവന്റെ അഭിഷിക്തനായ ക്രിസ്തുവിനും വിരോധമായി കലഹിച്ച് കോപിച്ച് അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. 6 കാഹളങ്ങളിലൂടെ ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ തന്റെ ക്രോധാഗ്നിക്ക് ഇരയാകേണ്ടി വരുമെന്ന്. ഇപ്പോൾ 7ആം കാഹളനാദത്തിങ്കൽ അത് സംഭവിക്കാനുള്ള സമയം വന്നിരിക്കുന്നു എന്ന് മൂപ്പന്മാർ അറിയിക്കുകയാണ്. രണ്ടാമത്തത്, മരിച്ചവരെ ന്യായം വിധിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. സഭയുടെ ഉത്പ്രാവണത്തിന് ശേഷം ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കുന്ന പരീക്ഷാകാലമാണെന്ന് നമുക്കറിയാം. വെളിപ്പാട് 3:10 നമ്മളത് കണ്ടതാണ്. നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുന്ന ദൈവജനത്തിന് പിന്നാലെ മറ്റു മനുഷ്യരെല്ലാം ന്യായവിധിക്കായി ഉയർത്തെഴുന്നേൽക്കുന്നത് ആ നാഴികയിൽ എപ്പോഴും ആണെന്ന് നമുക്കറിയാം. കൃത്യമായ സമയം നമുക്കറിയില്ല. യോഹന്നാൻ 5:28-29 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറുകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഈ 2 കൂട്ടരുടെയും പുനരുത്ഥാനങ്ങൾ തമ്മിൽ കുറഞ്ഞത് 1007 വർഷങ്ങൾ ഉണ്ടെന്നുള്ള ഉപദേശം വചനവിരുദ്ധമാണെന്ന് ഇവിടെയും തെളിയുകയാണ്. നാഴിക എന്ന് കർത്താവ് പറഞ്ഞ് ശ്രദ്ധിക്കുക. മൂന്നാമതായി, നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കാനുള്ള കാലം വന്നു. ദൈവജനത്തിന് പ്രതിഫലം കൊടുക്കുന്നതും 7ആം കാഹളനാദത്തിന്റെ കാലത്താണ്. ഇവിടെ ദൈവജനത്തെ 3 കാറ്റഗറിയായി തിരിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തേത് പ്രവാചകന്മാർ, രണ്ടാമത്തേത് വിശുദ്ധന്മാർ, 3 ചെറിയവരും വലിയവരുമായ ഭക്തന്മാർ. ദൈവജനം പലവിധത്തിലുള്ള ശുശ്രൂഷ ചെയ്തവരാണല്ലോ. ദൈവത്തിന്റെ അരുളപ്പാടുകൾ വർണ്ണ വ്യത്യാസമില്ലാതെ സകല ജനത്തെയും അറിയിച്ചവരാണ് പ്രവാചകന്മാർ. പഴയ നിയമ പുതിയ നിയമ പ്രവാചകന്മാർ എല്ലാവരും ഇതിൽപ്പെടും. ചെറുതും വലുതുമായ മറ്റെല്ലാ ശുശ്രൂഷകളും ചെയ്ത് ദൈവത്തെയും ക്രിസ്തുവിനെയും സേവിച്ച ദൈവജനത്തെ ആകാം വിശുദ്ധന്മാർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സത്യദൈവത്തിലുള്ള വിശ്വാസവും ഭക്തിയും സൂക്ഷിച്ച് കാലാകാലങ്ങളിലെ
ദൈവവ്യവസ്ഥപ്രകാരം ജീവിച്ച മനുഷ്യരാകാം ചെറിയവരും വലിയവരുമായ ഭക്തന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കാനുള്ളത്, വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നതും പാപികളെ ന്യായം വിധിക്കുന്നതും തമ്മിൽ അനേക വർഷങ്ങളുടെ കാലദൈർഘ്യമുണ്ടെന്ന് പറയുന്ന ഉപദേശവും തെറ്റാണെന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞൊരു ഉപമയിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. മത്തായിയുടെ സുവിശേഷം 25 31 മുതൽ 46 വരെ വാക്യങ്ങളിൽ ആണത് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. 41 വാക്യം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഇവിടെ രണ്ടു കൂട്ടർക്കും പ്രതിഫലം കൊടുക്കുന്നത് ഒരു സമയത്ത് തന്നെയാണെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. 2 തെസ്സലോനിക്കർ 1:6 മുതൽ 8 വരെ വാക്യങ്ങൾ. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ഇവിടെയും വളരെ വ്യക്തമാണ്. വിശുദ്ധന്മാരെ പീഡിപ്പിക്കുന്ന ദുഷ്ടജനത്തിന് പീഡയും പീഡ അനുഭവിക്കുന്ന വിശുദ്ധന്മാർക്ക് ആശ്വാസവും നൽകുന്നത് ഒന്നിച്ചു തന്നെയാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 4, ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനും ഉള്ള കാലവും വന്നു. ഭൂമിയെ നശിപ്പിക്കുന്നവർ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കേടുവരുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ. ഉദാഹരണത്തിന് എല്ലാ വിധത്തിലുള്ള പരിസ്ഥിതി മലിനീകരണ പ്രവർത്തനങ്ങൾ, ഭൂമിയുടെ സമതുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുന്ന പണികൾ, യുദ്ധങ്ങൾ, വിഷപ്രയോഗങ്ങൾ തുടങ്ങിയവയെല്ലാം ലോകത്തിലെ ദുഷ്ടമനുഷ്യരുടെ കൂടെ അല്ലാതെ ഒരു പ്രത്യേക കാറ്റഗറിയായി ഇവരെ എടുത്തു പറയാൻ കാരണം ദൈവസന്നിധിയിൽ വളരെ ഗൗരവമുള്ള പാവമാണ് ഇതെന്ന് ലോകം അറിയണമെന്നതായിരിക്കണം. 19 വാക്യം. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവന്റെ നിയമപെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. അപ്പോസ്തലൻ മറ്റൊരു ദർശനം കാണുകയാണ്. ദൈവത്തിന്റെ നിയമപെട്ടകം സ്വർഗത്തിലെ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ദൈവം മനുഷ്യന് നൽകിയ ന്യായപ്രമാണപ്രകാരം ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ദൈവകോപം ഭൂമിയിലേക്ക് വർഷിക്കുകയാണ്. ദൈവത്തെ അറിയാത്തവർക്കും ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും മേൽ ദൈവക്രോധം ചൊരിയപ്പെടുകയാണ്. മൂപ്പന്മാർ ഘോഷിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിറവേറുകയാണ്. ദൈവത്തിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം യഥാസ്ഥാനപ്പെടുകയാണ്. 3ാമത്തെ കഷ്ടവും കഴിഞ്ഞു. ഇനി നിത്യതയാണ്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും എന്ന നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദത്ത പ്രകാരം ഈ മഹാക്രോധ ദിവസത്തിന് മുമ്പേ നിത്യ തേജസ്സിലേക്ക് പ്രവേശിപ്പാൻ തക്കവിധം ദൈവകൃപയിൽ നാം കാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3ാം ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ദൈവഹിതമായാൽ അടുത്ത ക്ലാസ്സിൽ 12, 13, 14 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന സഭ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വിഷയം നമുക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.